ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ചിട്ടാണ്. അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് ആദ്യകാലത്ത് ആ ഒരു 16-ാം നൂറ്റാണ്ടിനോട് അടുത്ത കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ചില മതപരമായിട്ടുള്ള തർക്കങ്ങളും കാരണങ്ങളും ഒക്കെ കാരണം അവിടെ ജീവിക്കാൻ വകയില്ലാതെ വന്നപ്പോൾ അല്ലെങ്കിൽ ജീവൻ രക്ഷ തേടി എന്ത് ചെയ്യാണ് ഒരു കൂട്ടം ആൾക്കാര് മെയ്ഫ്ലവർ എന്ന കപ്പലിലേറി എന്ത് ചെയ്യാണ് നോർത്ത് അമേരിക്കയിലേക്ക് വരികയാണ്. അവിടെ വന്നതിന് ശേഷം പതുക്കെ പതുക്കെ അവരെന്ത് ചെയ്യുന്നു, അവിടെ കോളനിയാക്കി അടക്കി ഭരിക്കാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ ആദ്യകാലത്ത് അവര് 13ഓളം കോളനികളാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ കോളനികളുടെ പേരൊന്ന് വായിക്കാൻ ജസ്റ്റ് കേട്ടിരിക്കുക. ഒന്ന് ന്യൂ ഹാംഷിയർ, പിന്നെ മാസച്യൂസസ്, പിന്നെ റോഡ് ഐലൻഡ്, അടുത്തത് കനക്ടിക്കട്ട്, അടുത്തത് ന്യൂജേഴ്സി, ഡെലവെയർ, മേരിലാൻഡ്, വെർജീനിയ, നോർത്ത് കാരോലൈന, സൗത്ത് കാരോലൈന, ജോർജിയ, പെൻസിൽവേനിയ, ന്യൂയോർക്ക്. ഓക്കെ, ഇങ്ങനത്തെ 13 കോളനികളായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷുകാർ അവിടെ വന്നിട്ട് നോർത്ത് അമേരിക്കയിൽ കോളനി സ്ഥാപിച്ച് അടക്കി ഭരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് പിന്നീട് നമ്മൾ പറയുന്നത് ഇവരുടെ ഈ ഒരു ഭരണത്തെ നിലനിർത്താനായിട്ട് അവര് അവിടെ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കൂട്ടം നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെയാണ് നമ്മൾ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ 5ആയിട്ട് പറയാം. നമുക്ക് ഒന്നാമതായിട്ട് പറയുന്നത് ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽഡ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. അതായത് കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം ഒന്നെങ്കിൽ ബ്രിട്ടന്റെ കപ്പലുകളിലോ അല്ലെങ്കിൽ ബ്രിട്ടന്റെ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാവൂ എന്നുള്ളതാണ് ഒന്നാമത്തെ നിയമം. അതായത് ചരക്ക് ഗതാഗതത്തിന്റെ പൂർണ്ണമായ അധികാരം ബ്രിട്ടന് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള ഒരു നിയമമാണ്. കോളനികളിലേക്കുള്ളതും കോളനികളിൽ നിന്നുള്ളതുമായിട്ടുള്ള എല്ലാ ചരക്ക് നീക്കവും ബ്രിട്ടീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ ബ്രിട്ടന്റെ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലൂടെയോ മാത്രമായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് products of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. ഈ കോളനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂല്യവർദ്ധിത വസ്തുക്കളായിട്ടുള്ള പഞ്ചസാര, അതുപോലെ തന്നെ വൂള് എന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മരിയാടിന്റെ രോമം, അതുപോലെ തന്നെ കോട്ടൺ, ടൊബാക്കോ, പുകയില, അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം എന്ത് ചെയ്യാണ് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ നിയമമായിട്ട് പറഞ്ഞത്. മൂന്നാമത്തെ നിയമം പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംലെറ്റ്സ്, ലൈസൻസസ് എക്സെട്ര. ഓക്കെ, അതായത് ആ നാടുകളിൽ അല്ലെങ്കിൽ കോളനി ആയിട്ട് മാറ്റപ്പെട്ട നാടുകളിൽ എന്ത് കാര്യം ചെയ്താലും അത് എന്ത് ലീഗൽ ഡോക്യുമെന്റ് ആണെങ്കിലും, പത്രമാണെങ്കിലും, ഫാംലെറ്റ് എന്ന് വെച്ചാൽ ലഘുലേഖകളാണെങ്കിലും അല്ലെങ്കിൽ ലൈസൻസുകളാണെങ്കിലും അതിലെല്ലാത്തിലും ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിപ്പിക്കണം. ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിപ്പിക്കുക വെച്ചാൽ സ്റ്റാമ്പ് വിൽക്കാനല്ല, പകരം എന്താണ് ബ്രിട്ടന്റെ അറിവോടുകൂടി മാത്രമേ എന്ത് കാര്യങ്ങളും അവിടെ നടക്കാവൂ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് ആർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. കോളനികളിലുള്ള ബ്രിട്ടീഷ് പട്ടാളത്തെ അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടുന്ന ആഹാരവും താമസ സ്ഥലവും എല്ലാം കോളനികളിലുള്ള ആൾക്കാർ വേണം നൽകാനായിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത. അതായത് അവരെ ഭരിക്കാൻ വന്നവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത നിയമം. ആൻഡ് ലാസ്റ്റ് 5ആമതായിട്ട് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമമാണ് ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. അതായത് ആ കോളനികളിലേക്ക് കൊണ്ടുവരപ്പെടുന്ന തേയില, അതുപോലെ തന്നെ ഗ്ലാസ്, പേപ്പർ, ഇത്തരത്തിലുള്ള വസ്തുക്കൾക്കെല്ലാം ഇമ്പോർട്ട് ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് 5ആമത്തെ നിയമം. അപ്പൊ ഈ 5 പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ഒരു 13 കോളനീസിനെയും പ്രധാനമായിട്ടും അവർ അടക്കി ഭരിച്ചിരുന്നത്. ആൻഡ് ഈ നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഓക്കെ, ഇത് മറന്നുപോകല്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മെർക്കന്റലിസ്റ്റ് ലോസ്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന പോർഷനാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സാധനം മറന്നു പോകരുത്. 5 പോയിന്റ് 5 ലോസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ അധിനിവേശം സഹിക്ക വയ്യാതെ വന്നപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള നേറ്റീവ് അമേരിക്കൻസ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ട് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ഡിസംബർ 16, 1773 ഒരു കൂട്ടം റെഡ് ഇന്ത്യൻസിനെ പോലെ രൂപം മാറി വന്ന ആൾക്കാർ, അല്ലെങ്കിൽ റെഡ് ഇന്ത്യൻസിന്റെ രൂപത്തിൽ വന്ന കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാണ്, അവിടെ അമേരിക്കയിലുള്ള ബോസ്റ്റൺ ഹാർബറിൽ ഉണ്ടായിരുന്ന കപ്പലിൽ കയറി അവിടെ 342 ചെസ്റ്റ് ഓഫ് ടീ, അതായത് തേയില കൊണ്ടുവന്ന ആ ഒരു ചെസ്റ്റ് എന്ന് വെച്ചാൽ പെട്ടി. ഓക്കെ, അപ്പൊ കാർഗോ കൊണ്ടുവരുന്ന ആ പെട്ടി എന്ത് ചെയ്തു, കപ്പലിൽ നിന്നെടുത്ത് വെള്ളത്തിലേക്ക് കളഞ്ഞു. എന്തിനാണ് അവർ ആ ഏർപ്പെടുത്തിയ ഉയർന്ന
നികുതി, അതിനെതിരെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ തേയില എടുത്ത് അവര് കടലിലേക്ക് കളയുന്നത്. ആൻഡ് ഈ ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖത്ത് 1773 ഡിസംബർ 16 ഒരു കൂട്ടം ആൾക്കാര് 342 തേയിലകളുടെ എന്താണ് ആ ഒരു ചെസ്റ്റ് അല്ലെങ്കിൽ ആ പെട്ടി എടുത്ത് കടലിലേക്ക് കളഞ്ഞ ആ ഒരു ഇൻസിഡന്റ്. എന്തിനാണ് കളഞ്ഞത്? അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ തേയിലയുടെ ഇറക്കുമതിക്ക് മേലുണ്ടായ അമിതമായിട്ടുള്ള നികുതിയിൽ പ്രതിഷേധിച്ചിട്ടാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായത്. ആൻഡ് ഈ ഒരു ഇൻസിഡന്റിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. അത് നമുക്ക് എക്സാമിന് ചോദിക്കില്ല എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. അമേരിക്കൻ റവല്യൂഷൻ ചോദിക്കുമ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അത് മറന്നു പോകരുത്. കറക്റ്റ് ആയിട്ട് എക്സാമിന് എഴുതണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട അമേരിക്കൻ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും അവർ പറഞ്ഞ പ്രധാനപ്പെട്ട വാചകങ്ങളുമാണ്. ഒന്ന് ജോൺ ലോക്കും രണ്ടാമത്തത് തോമസ് പെയിനുമാണ്. ജോൺ ലോക്ക് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് എവരിവൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. എല്ലാ മനുഷ്യർക്കും ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല എന്നുള്ളതാണ് ജോൺ ലോക്കി പറയുന്നത്. എല്ലാവർക്കും ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട് മനുഷ്യൻ എന്ന നിലയിൽ. ആ അവകാശങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഗവൺമെന്റിനും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല, നിയമം കൊണ്ട് സസ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ജോൺ ലോക്കി പറയുന്നത്. അതുപോലെ തന്നെ തോമസ് പെയിൻ പറയുന്ന കാര്യം ദർ ഈസ് സംതിങ് അബ്സേർഡ് എന്ന് വെച്ചാൽ അസംബന്ധമാണ്. എന്ത്? ഇൻ സപ്പോസിങ് എ കോണ്ടിനെന്റ് ദാറ്റ് ഈസ് നോർത്ത് അമേരിക്ക ബീങ് പെർപച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ ദാറ്റ് ഈസ് ഇംഗ്ലണ്ട്. അതായത് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു അധിനിവേശ ശക്തി അല്ലെങ്കിൽ ഒരു മറുനാട്ടിലുള്ള ഒരു രാജ്യം ഒരു കോണ്ടിനെന്റിനെ തന്നെ, ഒരു ഭൂഖണ്ഡത്തെ തന്നെ ഭരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അസംബന്ധമായ കാര്യമാണ് എന്നുള്ളതാണ് തോമസ് പെയിൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഇന്ത്യന്റെ ഇൻഡിപെൻഡൻസിന്റെ കേസിൽ നമ്മൾ പറയും കുറച്ച് ബ്രിട്ടീഷുകാർ വന്ന് ഇത്രയും ജനങ്ങളുള്ള ഈ ഒരു രാജ്യത്തെ അത്രയും കാലം ഭരിച്ചു എന്ന് പറയുന്നതിൽ തന്നെ ഒരു അസംബന്ധം ഇല്ലേ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെയാണ് തോമസ് പെയിൻ പറയുന്നത്. ചെറിയൊരു രാജ്യം, അതും ഏതോ നാട്ടിലുള്ള അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള ഒരു രാജ്യത്ത് നിന്ന് കുറച്ച് ആൾക്കാർ കപ്പലിൽ കയറി വന്നിട്ട് ഒരു ഭൂഖണ്ഡത്തെ തന്നെ ഭരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അസംബന്ധമാണ് എന്നുള്ള ഒരു വാചകമാണ് നമ്മുടെ തോമസ് പെയിൻ പറഞ്ഞത്. ഇത് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇത്തരം ചില വ്യക്തിത്വങ്ങളുടെ ആ ഒരു റെബല്യസ് ആയിട്ടുള്ള ചിന്താഗതിയാണ് എന്ത് ചെയ്യുന്നത് അവസാനം റെബല്യനിലേക്ക്, വിപ്ലവങ്ങളിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റെവല്യൂഷൻസിലേക്കും ഒക്കെ നയിച്ചിട്ടുള്ളത്. അത് ഒന്ന് സൂചിപ്പിക്കാനാണ് ആ രണ്ട് പോയിന്റ്സ് തന്നിരിക്കുന്നത്. എക്സാമിന് ഇത് ചിലപ്പോൾ ചോദിക്കാം. എക്സാമിന് ചിലപ്പോൾ ജോൺ ലോക്കി അമേരിക്കൻ റെവല്യൂഷന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ വാചകം എന്ത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ എന്ത് കണ്ടാലും അത് ഇമ്പോർട്ടന്റ് ആണ്, കാണാതെ പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക്, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്, അമേരിക്കൻ വിപ്ലവം. അപ്പൊ നമ്മുടെ ഈ ഒരു 16ാം നൂറ്റാണ്ടോടുകൂടി എന്ത് ചെയ്യാണ്, അവരെ 13 കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ബ്രിട്ടൻ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യം, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ അടുത്ത് കിടക്കുന്ന ഏകദേശം 5000ഓളം ചെറു ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പോ ആ ചെറിയൊരു രാജ്യം നോർത്ത് അമേരിക്ക പോലെയുള്ള ഒരു ഭൂഖണ്ഡത്തെ തന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, അവിടുത്തെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യം തന്നെ അവർ ആയുധം കൊണ്ട് വിപ്ലവത്തിനല്ല പോയത്, പകരം അവരെന്ത് ചെയ്യാണ്, സമാധാനത്തിന്റെ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുകയാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ജോർജിയ ഒഴികെയുള്ള മറ്റ് 12 കോളനികളുടെയും പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ വെച്ച് ഒത്തുചേരുകയും ബ്രിട്ടൻ അവരോട് കാണിക്കുന്ന തെറ്റായ നിയമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെ, പോളിസീസിനും അതുപോലെ നിയമങ്ങൾക്കും ഒക്കെ എതിരെയായിട്ട് ഒരു പെറ്റീഷൻ തയ്യാറാക്കുകയാണ്. ആൻഡ് ഈ ഒരു ഇൻസിഡന്റാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് 1774 ഫിലാഡൽഫിയയിൽ വെച്ച് ജോർജിയ ഒഴികെയുള്ള മറ്റ് കോളനികളുടെ പ്രതിനിധികൾ ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, അമേരിക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ കോളനികളിൽ നടപ്പാക്കുന്ന നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെയുള്ള ഒരു അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ഒരു പെറ്റീഷൻ തയ്യാറാക്കാൻ വേണ്ടി കൂടിയ ഒത്തുചേരലിനെയാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അവരെന്ത് ചെയ്യാണ്, അവരുടെ ആവശ്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ തയ്യാറാക്കുന്നു. എന്നിട്ട് അത്
ഇംഗ്ലണ്ടിലെ രാജാവിന് രാജാവിന് അയച്ചു കൊടുക്കുന്നു. പക്ഷെ അവരുടെ യാതൊരു വിധത്തിലുള്ള ആവശ്യങ്ങളും എന്ത് ചെയ്തില്ല, രാജാവ് അംഗീകരിക്കുന്നില്ല. അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് അവരുടെ എന്താണ്, ആ ഒരു ഇൻഡസ്ട്രീസിന്റെ മേൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വ്യാപാരങ്ങളുടെ മേലും അതുപോലെ വ്യവസായങ്ങളുടെ മേലും ഏർപ്പെടുത്തിയിട്ടുള്ള അമിതമായ അല്ലെങ്കിൽ എന്താണ് താങ്ങാനാവാത്ത രീതിയിലുള്ള നികുതി അതൊന്ന് കുറച്ചു തരണം എന്നൊക്കെയുള്ളതാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ. പക്ഷെ ഇതൊന്നും രാജാവ് അംഗീകരിച്ചില്ല. പകരം പെറ്റീഷൻ അയച്ചതിന് മറുപടിയായിട്ട് രാജാവ് പട്ടാളത്തെയാണ് തിരിച്ചയക്കുന്നത്. ആൻഡ് ഇതിനൊരു മറുപടിയായിട്ട് തൊട്ടടുത്ത വർഷം 1775 എന്ത് ചെയ്യാണ്, ഫിലാഡൽഫിയയിൽ വെച്ച് രണ്ടാമതൊരു കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുകയും അവിടെ വെച്ച് ജോർജ് വാഷിംഗ്ടൺ എന്ന വ്യക്തിയെ കമാൻഡർ ഇൻ ചീഫ് ഓഫ് കോണ്ടിനെന്റൽ ആർമി, ആ ഒരു അമേരിക്കൻ കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് അവര് തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ആൻഡ് ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, കോമൺ സെൻസ് എന്ന പേരിൽ തോമസ് പെയിൻ അദ്ദേഹത്തിന്റെ ഒരു ലഘുലേഖ പബ്ലിഷ് ചെയ്യുകയും ആൻഡ് അതിലൂടെ എന്ത് ചെയ്യാണ്, അദ്ദേഹം പറയുകയാണ്, മറ്റുള്ളവരോടായിട്ട് പറയുകയാണ്, ഇറ്റ് ഈസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ടൈസ് വിത്ത് ബ്രിട്ടൻ. ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നതാണ് അമേരിക്കൻസിന് നല്ലത് എന്നുള്ള ഒരു പുതിയൊരു ചിന്ത. നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയും കാലം കുറെ നാൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മേലുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ അവരോട് അറിയിച്ചു. അവസാനം എന്ത് ചെയ്യണം, സൈ കിട്ടപ്പോൾ നമ്മൾ പൂർണ്ണ സ്വരാജ്, പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടതുപോലെ എന്ത് ചെയ്യാണ്, ഈ ഒരു ഘട്ടത്തിൽ വെച്ച് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് കൂടുന്ന സമയത്താണ് കോമൺ സെൻസ് എന്ന ഫാംലെറ്റിലൂടെ തോമസ് പെയിൻ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതാണ് അമേരിക്കൻസിന് നല്ലത് എന്നുള്ളൊരു ചിന്താഗതി ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് ആണ് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഒന്ന്, ജോർജ് വാഷിംഗ്ടണിനെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ രണ്ട്, കോമൺ സെൻസ് എന്ന് പറയുന്ന ഫാംലെറ്റ് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി ബ്രിട്ടനും അമേരിക്കയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കണം, പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നു. തൊട്ട് മുമ്പ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അവർ ചെയ്തത് എന്താണ്, ജസ്റ്റ് അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് പെറ്റീഷൻ അയക്കുക മാത്രമാണ്. പക്ഷെ ഇപ്പൊ വന്നപ്പോ എന്ത് ചെയ്യാണ്, അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് അവര് തീരുമാനിക്കുകയാണ്. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് ദ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ 4th July 1776. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കുന്നത് തോമസ് ജെഫേഴ്സണും അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഈ രണ്ട് വ്യക്തികളാണ് ആ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ആ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. ആൻഡ് ഇതോടുകൂടി എന്ത് ചെയ്യാണ്, ബ്രിട്ടനും അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ കോളനീസും ആ ഒരു ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധം തുടങ്ങുകയാണ്. ഓക്കെ, ആൻഡ് ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക ദാറ്റ് ബിഗൈൻ വിത്ത് ദ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം എൻഡഡ് ഇൻ 1781. അപ്പൊ നമ്മുടെ ആ ഒരു ഡിക്ലറേഷൻ നടത്തുന്നത് 1776 അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. അന്ന് തുടങ്ങുന്ന യുദ്ധം 1781 അവസാനം എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. ആൻഡ് അവിടെ വെച്ചുണ്ടായ ട്രീറ്റി ഓഫ് പാരീസ് അഥവാ പാരീസ് ഉടമ്പടിയിൽ 1783 പാരീസ് ഉടമ്പടിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലണ്ട് 13 കോളനീസിന്റെയും സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഫിലാഡൽഫിയയിൽ വെച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ, ഭരണഘടനാ കൺവെൻഷൻ കൂടുകയും അതിന്റെ നേതൃത്വം നൽകി ജെയിംസ് മാഡിസൺ ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ വെച്ച് അമേരിക്കയ്ക്ക് ഭരണഘടന നിർമ്മിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അതിനുശേഷം ജോർജ് വാഷിംഗ്ടൺ, കമാൻഡർ ഇൻ ചീഫ് ഓഫ് കോണ്ടിനെന്റൽ ആർമി ആയിരുന്ന ജോർജ് വാഷിംഗ്ടണിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. ഒപ്പം അമേരിക്കയ്ക്ക് ആ സ്വതന്ത്രമായിട്ടുള്ള പുതിയ അമേരിക്കയ്ക്ക് പുതിയൊരു ഭരണഘടനയും നിലവിൽ വരുന്നു. അപ്പൊ ഈ ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അമേരിക്കൻ റെവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം എന്ന പേരിൽ പറയുന്നത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് ഈ അമേരിക്കൻ വിപ്ലവത്തോട് അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലൂടെ ലോകത്തിനുണ്ടായ മാറ്റം എന്താണ്, അല്ലെങ്കിൽ ലോകത്തിന് അതിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. എക്സാമിന് ചിലപ്പോൾ ഈ പോയിന്റ് ഇതുപോലെ ചോദിക്കും, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ലോകത്തിനുണ്ടാക്കിയ മാറ്റങ്ങൾ എഴുതുക എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ ലോകത്തിലുണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എന്തെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന പോയിന്റുകൾ അതുപോലെ കാണാതെ പഠിച്ച് എഴുതി വെക്കുക.
ഒന്നാമത്തെ പോയിന്റ്, ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തെല്ലായിടത്തും പിന്നീടുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വേണ്ടുന്ന ഒരു പ്രചോദനം നൽകുകയും അതിന് വേണ്ടുന്ന ഒരു ദിശ കാണിക്കുകയും ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീടുണ്ടായ ലോകത്തെല്ലാ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും ഒരു മോട്ടിവേഷൻ, അതായത് നമ്മൾ ശ്രമിച്ചാൽ എന്ത് കിട്ടും, നമുക്കും സ്വാതന്ത്ര്യം കിട്ടും അമേരിക്ക കിട്ടിയതുപോലെ എന്നുള്ള ഒരു ചിന്ത മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും കിട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ഒരു റിപ്പബ്ലിക്കൻ ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയെ ആദ്യമായിട്ട് കൊണ്ടുവരികയാണ് അവിടെ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ്, പ്രിപ്പയർഡ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യമായിട്ട് എഴുതി തയ്യാറാക്കി ഒരു ഭരണഘടന, അതായത് നമുക്ക് തോന്നിയ പോലെ മാറ്റാനൊന്നും പറ്റില്ല, ഫിക്സഡ് ആയിട്ട് എല്ലാ കാലത്തേക്കും വേണ്ടി എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടന ആദ്യമായിട്ട് അവിടെ ഉണ്ടാവുകയാണ്. ആൻഡ് അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷുർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. അതായത് ഈ ഒരു കൂട്ടായ്മയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്സിന്റെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലുള്ള ഓരോ സ്റ്റേറ്റിനും അവരുടെ ആ ഒരു അവകാശങ്ങളും അവരുടെ ഫ്രീഡവും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫെഡറൽ ഗവൺമെന്റ് സിസ്റ്റം അവിടെ ആദ്യമായിട്ട് ഉണ്ടായി വരികയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ പ്രധാനപ്പെട്ട ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. രണ്ടാമത്തെ പോയിന്റ്, പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. 3, ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തു. 4, contributed to the concept of federal system that ensured freedom and authority of states in the union.